നമസ്കാരം. ജീവനക്കാരുടെ വ്യക്തിവിവരങ്ങളടക്കമുള്ള ഡേറ്റ ചോർന്നു എന്ന പരാതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജീവനക്കാരുടെ വ്യക്തിവിവരങ്ങൾ തേടി സ്പാർക്കിന് കത്തയച്ചുവെന്നും ഡേറ്റ ചോർച്ചയുടെ നഗ്നമായ ഉദാഹരണമാണെന്നും രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മുഖ്യമന്ത്രി അറിയാതെ ഇത്തരത്തിൽ ഓഫീസ് കത്തയക്കില്ല. ഇത് സംബന്ധിച്ച കത്തും രമേശ് ചെന്നിത്തല പുറത്തുവിട്ടിട്ടുണ്ട്. അല്ല, ഇപ്പോൾ ഓൾറെഡി ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിലുണ്ട്. ഇനി ഗവൺമെന്റിനോട് സത്യവാങ്മൂലം കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ കത്ത് പുറത്തു വന്നതോടുകൂടി ഗവൺമെന്റിന് മറിച്ചൊരു സത്യവാങ്മൂലം നൽകാൻ കഴിയില്ല. ഈ കത്ത് എഴുതിയിരിക്കുന്ന ആരാണ്? ശ്രീറാം സാംബശിവ റാവു എന്ന മുഖ്യമന്ത്രിയുടെ OSTയുടെ കത്താണ്. OST കത്ത് എഴുതി എല്ലാ വകുപ്പ് മേധാവികളോടും സർക്കാർ ജീവനക്കാരുടെ എല്ലാ സർവ്വ വിവരങ്ങളും നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് നഗ്നമായ ഡേറ്റ പ്രൈവസിയുടെ ലംഘനമാണ്. ഇത് രഹസ്യമായി സൂക്ഷിക്കേണ്ട ഈ ഡേറ്റകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം അടിയന്തരമായി മുഖ്യമന്ത്രി അവസാനിപ്പിക്കാമെന്ന് ഇന്നലെ കോടതി വാക്കുകൊടുത്തിട്ടുണ്ട്. ഇവരുടെ പേരിൽ നിയമപരമായ നടപടി എടുക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ ഡേറ്റ ലീക്കിങ്ങിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്മാർട്ട് ആപ്ലിക്കേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ സമ്പൂർണമായ വിവരങ്ങൾ PRDക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള കത്ത് നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി സീതാറാം സാംബശിവ റാവു ആണ്. ആ കത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ കത്ത് എഴുതിയത് 31/12/2025 അന്ന് ചീഫ് മിഷൻ ഡയറക്ടർക്ക് അയച്ച കത്ത് ഞാൻ പുറത്തുവിടുകയാണ്. ഇത് 31/12/2025 കേരളത്തിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെ ഫോൺ നമ്പർ, പേര്, ഏജ്, ജെൻഡർ, ഡിസ്ട്രിക്ട്, താലൂക്ക്, വാർഡ്, ലോക്കൽ ബോഡി ഇതെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന OST ആയ ശ്രീറാം സാംബശിവ റാവു എല്ലാവർക്കും കത്ത് മുഖേന അറിയിച്ചിട്ടുള്ളത്. അത് പറയുന്നത് ഇതിൻ്റെ വിവരങ്ങൾ മുഴുവൻ 2026 ഫെബ്രുവരി 12 മുമ്പ് അറിയിച്ചിരിക്കണം എന്നുള്ളതാണ്. സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ ഹബ് ഫോർ ഗവൺമെൻറ് സർവീസസ് എന്ന പേരിലൊരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആരംഭിക്കുന്നുണ്ടെന്നും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് ഇതിനുവേണ്ടി പ്രവർത്തനം ആരംഭിച്ചെന്നും ഈ കത്തിൽ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റിൻ്റെ എല്ലാ വകുപ്പുകളിൽ നിന്നും ജീവനക്കാരുടെ വ്യക്തിപരമായ വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നും കത്തിൽ പറയുകയാണ്. ഇതിൻ്റെ ഭാഗമായി സ്മാർട്ട് ആപ്ലിക്കേഷനിൽ നിന്ന് എക്സൽ ഫോർമാറ്റിലൂടെ ആണ് ഫോൺ നമ്പർ, പേര്, പ്രായം, ജെൻഡർ തുടങ്ങിയിട്ടുള്ളവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ വിവരങ്ങൾ PRDയുടെ സ്പെഷ്യൽ സെക്രട്ടറിക്ക് ഫെബ്രുവരി 12 മുമ്പ് കൈമാറണമെന്നും ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്. IT മിഷനിലേക്കും ഈ ഡേറ്റ അയക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ കേരളത്തിലെ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും പേഴ്സണൽ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി OST ശ്രീറാം സാംബശിവ റാവു കത്തയച്ചിരിക്കുകയാണ്. ഈ കത്തയച്ചത് 31/12/2025 അപ്പോൾ
ഇത് ഏറ്റവും വലിയ ഡേറ്റ ബ്രീച്ചാണ്. മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ OSD ഇങ്ങനെ ഒരു കത്തയക്കുമോ? മുഖ്യമന്ത്രിയുടെ OSD ഇങ്ങനെ ഒരു കത്തയക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുവാദമില്ലാതെ അയക്കുമോ? അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കത്ത് എല്ലാ വകുപ്പ് തലവന്മാർക്കും അയച്ചു കൊടുത്തിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിക്കൊണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻകാരുടെയും സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുകയും ഇത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന മാരകമായ ഡേറ്റ ബ്രീച്ചാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് സുപ്രീം കോടതിയുടെ നിരവധി വിധികൾ നിലവിലുണ്ട്. പുട്ടസ്വാമി കേസിൽ, പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കേസിൽ ആണ് ഏറ്റവും അവസാനമായി ഡേറ്റ ബ്രീച്ചിനെ സംബന്ധിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി അയാളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് ഗുരുതരമായ തെറ്റാണെന്നും നിയമലംഘനമാണെന്നും വ്യക്തമായി തന്നെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ആഗോളതലത്തിൽ തന്നെ ഡേറ്റ പ്രൊട്ടക്ഷന്റെ പ്രാധാന്യം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അന്തർദേശീയ തലത്തിലുള്ള ഇത്തരം അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് 2023 കേന്ദ്ര ഗവൺമെന്റ് മുൻകൈ എടുത്തുകൊണ്ട് പാർലമെന്റിൽ നിയമം പാസാക്കി. ഡേറ്റ പ്രൊട്ടക്ഷന് വേണ്ടി വന്നിരിക്കുന്ന നിയമം ഇപ്പോൾ നിലവിലുണ്ട്. ഇതെല്ലാം നിലനിൽക്കെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ മുഴുവൻ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സംരംഭകരുടെയും GST അടയ്ക്കുന്ന മുഴുവൻ വ്യവസായികളുടെയും സംരംഭകരുടെയും അതോടൊപ്പം തന്നെ MSME നടത്തുന്ന ചെറുകിടക്കാരായ ആ വ്യവസായികളുടെ പേരിൽ ഉൾപ്പെടെ മെസ്സേജുകൾ അയക്കുന്ന അസാധാരണമായ സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെ ലഭിച്ചുവെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു. ഇപ്പോൾ ഈ കത്ത് പുറത്തു വന്നതോടുകൂടി എങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാരുടെ വിവരങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും കിട്ടിയത് എന്ന് പകൽ പോലെ വ്യക്തമാവുകയാണ്. ഈ കത്തിൻ്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇട്ടു തരുന്നതാണ്. മാത്രമല്ല, ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഏറ്റവും കോൺഫിഡൻഷ്യലായിട്ടുള്ള ഈ വിവരങ്ങൾ സ്പാർക്കിലുമുണ്ട്. ആ സ്പാർക്കിലെ വിവരങ്ങളും പുറത്തു വന്നു. ഒരിക്കലും ഒരാൾക്ക് പോലും അപ്രോച്ചബിൾ അല്ലാത്ത ഈ ഡേറ്റകൾ പുറത്തു വന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. CPM-ൻ്റെയും ഇടതുമുന്നണിയുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖകളും ഡേറ്റകളും ദുരുപയോഗം ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിൻ്റെ OSD നൽകിയ കത്ത് ഒളിപ്പിച്ചു വെച്ച് ഇനിയും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുമോ എന്നാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. ഈ കത്ത് പുറത്തു വന്നതോടുകൂടി മുഖ്യമന്ത്രിയുടെ അറിയാതെ അദ്ദേഹത്തിൻ്റെ OSD കത്തെഴുതില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കോടതി ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരായും മുഖ്യമന്ത്രിയുടെ OSDക്കെതിരായും ഇതിനെ ന്യായീകരിച്ച ചീഫ് സെക്രട്ടറിക്കെതിരായും സ്വമേധയാ കേസെടുക്കാനാണ് പറയേണ്ടതായിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കോവിഡ് കാലത്ത് ഇതുപോലെ കേരളത്തിലെ കോവിഡ് ബാധിച്ച രോഗികളുടെ ഡേറ്റ കളക്ട് ചെയ്യാൻ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന സ്പ്ലിംഗർ എന്ന് പറയുന്ന കമ്പനി ശ്രമിച്ച കാര്യം, കേരളത്തിലെ കോവിഡ് ബാധിച്ച മുഴുവൻ രോഗികളുടെയും ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ച് ഈ അമേരിക്കൻ കമ്പനിക്ക് കൊടുക്കാനുള്ള പദ്ധതിയാണ് അന്ന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഈ വിവരം ഉന്നയിച്ചുകൊണ്ട് ഞാനിത് പൊളിച്ചത്. അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വളരെ കർശനമായി പറഞ്ഞു, ഈ ഡേറ്റ നൽകിയ ആളുകളുടെ പേരുകൾ പോലും മായ്ച്ചു കളയണമെന്നാണ് അന്ന് കോടതി ആവശ്യപ്പെട്ടത്.
അന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ഇതിനെ ന്യായീകരിച്ചു. ഇന്ന് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതിനെ ന്യായീകരിക്കുന്ന ചീഫ് സെക്രട്ടറിക്കും മറ്റുദ്യോഗസ്ഥന്മാർക്കും ശിവശങ്കറിൻ്റെ പാതയിലൂടെ പോകേണ്ടി വരും എന്ന മുന്നറിയിപ്പ് കൂടി നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡേറ്റാ ബ്രീച്ചിൽ നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ OSD ന്യായീകരിച്ച ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ഈ കാര്യത്തിൽ പ്രതിയാണ്. അതുകൊണ്ട് ഇവർക്കെതിരെ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കേണ്ട ഒരു സാഹചര്യമാണ് കേരളത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. മാത്രവുമല്ല, ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടി വ്യാപകമായി ഈ ഡേറ്റകൾ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. പല ആളുകളും ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എങ്ങനെ ഈ മെസ്സേജ് വരുന്നു? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാർക്ക് വരെ മെസ്സേജ് വരികയാണ്. അസാധാരണമായ ഡേറ്റ ചോരണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇറ്റ്സ് എ ബ്രീച്ച് ഓഫ് ഡേറ്റ പ്രൈവസി. ഡേറ്റ പ്രൈവസിയുടെ നഗ്നമായ ലംഘനം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിവരങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ഒരു ഗവൺമെന്റും അധികാരമില്ല. ആ ചോർത്തിയെടുത്ത് അവരിലേക്ക് മെസ്സേജുകൾ അയക്കുകയും അവരെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഈ നടപടി അങ്ങേയറ്റത്തെ ലജ്ജാകരമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. ഇതിൽ ബഹുമാനപ്പെട്ട കോടതി നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന സമ്പൂർണമായ വിശ്വാസമാണ് എനിക്കുള്ളത്. ഞാൻ ഈ കത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം നൽകുന്നത്.